ലൗ ലറബനി എന്നെ അടിച്ചിരുന്നുവെങ്കിൽ ദാക്കൽ വലതു ആ കുട്ടി എന്നെ അടിച്ചിരുന്നുവെങ്കിൽ ലറബതുഹു എന്നർത്ഥം ആ കുട്ടി അടിച്ചാൽ ഞാൻ ആ കുട്ടിനെ അടിക്കും. അപ്പൊ എന്താ ഇവിടെ മാറ്റണ്ടായത്? ലറബനി എന്നതിന്റെ മുമ്പാണ് ഏത്? ലറബതുഹു. ആ ജവാബിൽ ഏതിനെയും കൊടുത്തു? ലാമിനെയും കൊടുത്തു. അറഫ്തു ഞാൻ തീർച്ചയായിട്ടും ഉസ്താദ് യാത്രക്കാരനാണ് എന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് മാ ജിഅ്തു ഞാൻ വന്നില്ല. എങ്ങനെ മലയാളം പറയാ? പൈന്താ മലയാളം എങ്ങനെ പറയാ? ആ മലയാളം പറഞ്ഞാട്ടെ. യാത്രക്കാരൻ ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഞാൻ എന്താകുമായിരുന്നില്ല? വരുമായിരുന്നില്ല. അപ്പൊ ഒറ്റ ലൗനെ കൊടുക്കണ്ടുള്ളൂ. ആവശ്യം ഇല്ല. എവിടെ? മാലറബത്തു എന്നുള്ള എന്ത് വേണ്ട? ലാമിന്റെ ആവശ്യമല്ല. ലറബത്തു പറഞ്ഞുകൊടുത്ത് എന്തിനെ കൊടുത്തിരുന്നു? ലാമിനെ കൊടുത്തിരുന്നു. ആ ലാം എവിടെ ആവശ്യമല്ല? മാ ജിഅ്തു എന്ന് പറയുന്നിടത്ത് ആവശ്യമല്ല. അപ്പൊ എന്താ ലൗനെ കടത്തിട്ട് എങ്ങനെയാ പറയാ? ലൗ അറബ്. അവിടെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ലാമിനെ ലൗനെ ചേർത്ത് കൊടുത്താൽ മതി. ലൗ അറഫ്തു അന്നൽ മുദർരിസ അധ്യാപകൻ തീർച്ചയായും അധ്യാപകൻ യാത്രക്കാരനാണ് എന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ മാ ജിഅ്തു ഞാൻ എന്താകുമായിരുന്നില്ല? വരുമായിരുന്നില്ല. ഉണ്ടോ? ആ അപ്പൊ ഏതാ ഷർത്ത്? അറഫ്തു. ഏതാ ജവാബ്? മാ ജിഅ്തു. ആ അടുത്തത് തഅഖർതു ഞാൻ ലേറ്റായി. തഅഖറ പറഞ്ഞാൽ പിന്തിന. തഅഖർതു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലേറ്റായി. ഞാൻ പിന്തി. ദഖീഖതൈനി 2 മിനിറ്റ് ഞാൻ പിന്തി. അതുകൊണ്ട് ഫാത്തതിനി ഫാത്ത ഫാത്ത ഫാതു ഫാത്തത്ത് ഫാത്തതിനി എനിക്ക് നഷ്ടപ്പെട്ടു. അത്തായിറത്തു ഫ്ലൈറ്റ് 2 മിനിറ്റ് വൈകിയപ്പോത്തിന് എനിക്ക് ഫ്ലൈറ്റ് നഷ്ടപ്പെട്ടു. ഞാൻ ലവ് കടത്തിയിട്ട് എങ്ങനെ പറയാ? ആ വൃത്തങ്ങളൊക്കെ തൊള്ളൊളിച്ചിരിക്കണേ. ലവ് കടത്തിയിട്ട് എങ്ങനെ പറയാ? ലൗ തഅഖർതു ആ ദഖീഖതൈനി ആ നഷ്ടപ്പെട്ടിരുന്നുവെങ്കിൽ പിന്തിയിരുന്നുവെങ്കിൽ ഒരൊറ്റ ലാമ അവിടെ ചേർത്ത് കൊടുത്താൽ മതി. ഇങ്ങോട്ട് എങ്ങനെ പറയാ? ലഫാതതിനി എനിക്ക് നഷ്ടപ്പെടുമായിരുന്നു. അത്തായിറത്തു ഫ്ലൈറ്റ്. തഅഖർതു എന്തൊക്കെയുണ്ട്? തഅഖർതു തഅഖർതു പറഞ്ഞാൽ എന്തൊക്കെയുണ്ട്? തഅഖർതു എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ട്? ഞാൻ പറയണ കേൾക്കണുണ്ടോ? കേൾക്കണില്ലേ? കേൾക്കുന്നുണ്ട്.
അതല്ല ഞാൻ ഇപ്പൊ നിങ്ങളോട് ചോദിക്കണത് തഅഖർതു അതിന്റെ തെർക്കീബാണ് ഞാൻ ചോദിക്കണത്. തഅഖർതു ദഖീഖതൈനി ഫാത്തത് നീ അത്തായിറത്തു അതിന്റെ തെർക്കീബാ ചോദിക്കണേ ഞാന്. തഅഖർതു പറഞ്ഞാൽ എന്തൊക്കെയുണ്ട്? ഫീല് ഫായില്. ദഖീഖതൈനി 2 മിനിറ്റ്. 2 മിനിറ്റ്. മഫൂലിന് എവിടെ നസ്ബ്? എന്താ കാരണം? അതാ മുസന്ന. ഓക്കെ. ഫാത്തത്തിനി എനിക്ക് നഷ്ടപ്പെടുമായിരുന്നു അത്വായിറത്തു ഫ്ലൈറ്റ്. ഏതാണ് ഫീല്? ഏതാണ് മഫൂല്? ഏതാണ് ഫായില്? ഏതാ ഫീല്? ഫാത്തത്ത്. ആ ഫാത്തത്ത് അടുത്തുള്ള തായിന്റെ പേരെന്താ? താവു തൈനീസ്. അപ്പൊ ഫാത്തത്ത് ഫീല്, ഫാത്ത ഫീല്, താവു തൈനീസ്. നീ അങ്ങനെ പറഞ്ഞാ പോരാ. മഫൂൽ ബിഹി മുഖദ്ദം എന്ന് പറഞ്ഞാ പോരാ. അതിന് പേരെന്നെ ഞാൻ പറയണേ. അങ്ങനെ പറയും. നൂൻ വിക്കായ യാ മുതകല്ലിം മഫൂല്. ഓക്കെ. പിന്നെ തായിറത്തു എന്നുള്ളതാണ് ഏത്? ഫീലിന്റെ തായിറത്ത് പെണ്ണായതുകൊണ്ടാണ് എവിടെ താവ് വന്നത്? പാത്തത്തില്. പിന്നെ സമീഅതു ഞാൻ കേട്ടു, തിലാവത്ത ഹാദൽ ഖാരിഇ ഈ ഓത്തുകാരന്റെ ഓത്ത് ഞാൻ കേട്ടു, ബകൈതു അങ്ങനെ ഞാൻ കരയുകയും ചെയ്തു. എന്താ മലയാളം പറയാ? മലയാളത്തിൽ പറഞ്ഞാട്ടെ. ഈ ഓത്തുകാരന്റെ ഓത്ത് കേട്ടപ്പോൾ കേട്ടിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു? ഞാൻ കരയുമായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തില്ല? കേട്ടില്ല. കേൾക്കാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നതുമില്ല, കരഞ്ഞതുമില്ല. അപ്പൊ അവിടെ 2 പണിയെ ചെയ്യേണ്ടതുള്ളൂ. ആദ്യം ഏത് ചേർത്ത് കൊടുക്കുക? ലൗ. പിന്നെ ഒരു ലാമ് ചേർത്ത് കൊടുക്കുക. എവിടെ? ലബഖൈതു. അങ്ങനെ. ഖറഅതു ഞാൻ വായിച്ചു. അല്ലെ നീ ആയിക്കോട്ടെ. ഖറഅത നീ വായിച്ചു. ഹാദിഹിൽ ഖിസ്സത എന്തിനെ? ഈ കഥ നീ വായിച്ചു. അങ്ങനെ വായിച്ചതുകൊണ്ട് ലഹിക്ത നീ ചിരിച്ചു, കസീറൻ ധാരാളമായിട്ട്. എങ്ങനെ മലയാളം പറയാ? നീ നീ എന്താ ഈ കഥ എന്തായിരുന്നുവെങ്കിൽ വായിച്ചിരുന്നെങ്കിൽ എന്താക്കുമായിരുന്നു? ധാരാളമായിട്ട് ചിരിക്കുമായിരുന്നു. അപ്പൊ അവിടെ ഏതിനെ ചേർത്ത് കൊടുത്താൽ മതി? ആദ്യത്തിലെ ഇനം കൊടുക്കുക. ലൗ ഖറഅത. പിന്നെ എവിടെ ലാമിനെ ചേർത്ത് കൊടുക്കുക? ലൗ എന്നുള്ളതിനെ ചേർത്ത് കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യണം? ലാന്നല്ല, ലാന്ന് വായിച്ചാൽ നഫിയായി. ചിരിച്ചൂല എന്നാണ് അർത്ഥം. ആ ലാമിന്റെ വാല് വരാൻ പാടില്ല. അറഫ്തു ഞാൻ അറിഞ്ഞു. എന്ത്? അന്നഹു തീർച്ചയായിട്ടും അവൻ യക്ദിബു അവൻ എന്താക്കാണ്? കളവ് പറയുന്നവനാണെന്ന് ഞാൻ അറിഞ്ഞു.
മാ സാഅത്തുഹു ഞാൻ അവനെ സഹായിക്കൂല. അപ്പൊ മലയാളത്തിൽ എന്തായി അർത്ഥം? അപ്പൊ മലയാളത്തിൽ എന്തായി? നീ കളവ് അവൻ കളവ് പറയുകയാണ് എന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ മാ സാഅത്തുഹു ഞാൻ അവനെ എന്താക്കുമായിരുന്നില്ല? സഹായിക്കുമായിരുന്നില്ല. അവിടെ തന്നെ ലാമു വേണ്ട. നഫി ആണെങ്കിൽ അതിന്റെ ആവശ്യമല്ല, ലാമിന്റെ ആവശ്യമല്ല. പിന്നെ സാദത്ത് ദറജാതി എന്റെ പദവി ഉയർന്നു. ബിനിസ്ഫി ദറജ പകുതി സ്ഥാനം കൊണ്ട്. എങ്കിൽ നജഹത്തു ഞാൻ വിജയിക്കുമായിരുന്നു. ബി തക്ദീരി മുംതാസിൻ എക്സലന്റ് ആയിട്ട്. എന്താ എക്സലന്റ് പറഞ്ഞ ഇംഗ്ലീഷില് എക്സലന്റ് പറഞ്ഞ എന്താ? ഏറ്റവും നല്ല രീതിയിൽ, ഉയർന്ന നിലയിൽ. അതിന് അറബിയാണ് മുംതാസ് എന്ന് പറഞ്ഞാൽ. പിന്നെ അരമാർക്കും കൂടി എനിക്ക് കിട്ടിയിക്കണമെങ്കിൽ ഞാൻ എക്സലന്റ് ആയിട്ട് എന്താകുമായിരുന്നു? ഉയർന്ന നിലയിൽ എന്താകുമായിരുന്നു? പാസ്സാകുമായിരുന്നു. അതാ ലൗ സാദത്ത് ദറജാതി എന്റെ മാർക്ക് ഉയർന്നിരുന്നുവെങ്കിൽ ബിനിസ്ഫി ദറജ എത്ര? അരമാർക്കും കൂടി എനിക്ക് വർദ്ധിച്ചിരുന്നുവെങ്കിൽ ലനജഹ്തു ഞാൻ എന്താക്കുമായിരുന്നു? വിജയിക്കുമായിരുന്നു. ബി തഖ്ദീരി മുംതാസിൻ ഉയർന്ന പദവിയില്. അപ്പൊ ലൗ സാദത്ത് ദറജാതി ബിനിസ്ഫി സാഅ ലനജഹ്തു ബിതഖ്ദീരി മുംതാസിൻ. അക്മിലി നാക്കിസ നാക്കിസിനെ പൂർത്തിയാക്കണം. പീമായലി ഇവിടെ പിന്നെ ഷർത്ത് നിങ്ങൾ ചേർത്ത് കൊടുക്കണം. ജവാബ് ഇവിടെ ഉണ്ട്. അപ്പൊ എങ്ങനെ പറയാ? അക്കിമിൽ എന്താ അർത്ഥം? നീ പൂർത്തിയാക്ക്. അന്നാഖിസ എന്തിനെ? കുറവ് വന്നതിനെ പൂർത്തിയാക്കണം. പീമായലി താഴെ വരുന്നിടത്ത്. മാ റസബ്ത നീ ഡേസ് ചെയ്തിരുന്നുവെങ്കിൽ മാ റസബ്ത നീ പരാജയപ്പെടുമായിരുന്നില്ല. അപ്പൊ അവിടെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട വേർഡ് ഏതാ? ലൗവിന്റെ ശേഷം മലയാളം പറഞ്ഞാൽ മതി. മലയാളം എങ്ങനെ പറയാ? നീ തോൽക്കുമായിരുന്നില്ല. നീ ഡേസ് ചെയ്തിരുന്നുവെങ്കിൽ നീ തോൽക്കുമായിരുന്നില്ല. മലയാളത്തിൽ എന്താ പറയാ? പരിശ്രമിച്ചിരുന്നുവെങ്കിൽ. അല്ലെങ്കിൽ ലൗ തഅല്ലംത അല്ലെങ്കിൽ ലൗ ഇജ്തഹത്ത രണ്ടും വരാ. ലൗ തഅല്ലംത ലൗ ഇജ്തഹത്ത. ഇജ്തഹദ ഇജ്തഹദ ഇജ്തഹദു ഇജ്തഹത്ത നീ അന്ത. അപ്പോ ലവിജ്തഹത്ത നീ പരിശ്രമിച്ചിരുന്നുവെങ്കിൽ മാ റസബ്ത നീ പരാജയപ്പെടുമായിരുന്നില്ല. അപ്പൊ എന്തുകൊണ്ടാ പിന്നെ തോറ്റത്? എന്തുകൊണ്ടാ? നീ എന്ത് ചെയ്തില്ല? പരിശ്രമിച്ചില്ല. പരിശ്രമിക്കാത്തോണ്ട് എന്ത് ചെയ്തു? തോൽക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞത് എന്ത് ചെയ്തു? തോറ്റു. ലൗ അറഫ്തു ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ അന്നക തഅതി ഇലൽ മദീന നീ മദീനയിലേക്ക് വരുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ
ഞാൻ എയർപോർട്ടിൽ നിന്നെ സ്വീകരിക്കുമായിരുന്നു. എന്താണ് അതിന്റെ അറബി? സ്വീകരിക്കാന്നുള്ളതിന്റെ അറബി ഇസ്തഖ്ബലാദ. അപ്പൊ എയർപോർട്ടിൽ ഞാൻ നിന്നെ സ്വീകരിക്കുമായിരുന്നു. എങ്ങനെ പറയാ? ലസ്തഖ്ബൽതു. ഹംസ വസ്ലിന്റെ ഹംസ പോകും. ല ഇസ്തഖ്ബൽതു എന്ന് പറയില്ല. എങ്ങനെ പറയാ? ലസ്തഖ്ബൽതു. ഞാൻ നിന്നെ സ്വീകരിക്കുമായിരുന്നു. ഫിൽ മത്താരി. എവിടെ വെച്ച്? മത്താർ എയർപോർട്ട്. എയർപോർട്ടിൽ ഞാൻ നിന്നെ സ്വീകരിക്കുമായിരുന്നു. നീ ലമരിൽത. നീ രോഗിയാകുമായിരുന്നു. ജവാബുണ്ട്, ഷർത്ത് ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ എങ്ങനെ നിങ്ങൾ പറഞ്ഞാണ്? മോശപ്പെട്ട ഭക്ഷണം കഴിച്ചിരുന്നുവെങ്കിൽ എങ്ങനെ അറബി പറയാ? നീ മോശപ്പെട്ട ഭക്ഷണം കഴിച്ചിരുന്നുവെങ്കിൽ. ലോ മാതി എടുക്കണം, മാതി കൊണ്ടുപോവാ. ലൗ അക്കൽ. നീയാണ് ലൗ അക്കൽത. നീ തിന്നിരുന്നുവെങ്കിൽ. ഭക്ഷണത്തിന് എന്താ പറയാ? ഭക്ഷണം തിന്നു. മോശപ്പെട്ട ഭക്ഷണം എങ്ങനെ പറയാ? ഫാസിദൻ. എന്താ ഫാസിദൻ പറഞ്ഞ? ചീത്തയായ. അപ്പൊ എന്താ അർത്ഥം? ലൗ അകൽത തആമൻ ഫാസിദൻ. നീ മോശപ്പെട്ട ഭക്ഷണം കഴിച്ചിരുന്നുവെങ്കിൽ ലമരിൽത. നീ ആരാകുമായിരുന്നു? രോഗിയാകുമായിരുന്നു. അപ്പൊ മോശപ്പെട്ട ഭക്ഷണം കഴിച്ചില്ല, അതുകൊണ്ട് ആരായതുമില്ല, രോഗിയായില്ല. ലഫാത്തത്തിന. നമ്മൾക്ക് നഷ്ടപ്പെടുമായിരുന്നു. റക്അത്തുൻ. എന്ത് നഷ്ടപ്പെടുമായിരുന്നു? ഒരു റക്അത്ത് നിസ്കാരം നഷ്ടപ്പെടുമായിരുന്നു. അപ്പൊ എന്താ അർത്ഥം? വൈകി വന്നിരിക്കുവായിരുന്നെങ്കിൽ. ലൗ തഅഖർന. എന്താ തഅഖറ പറഞ്ഞ? പിന്തി വരിക. അപ്പൊ ലൗ തഅഖർന, നാം പിന്തിയിരുന്നുവെങ്കിൽ ലഫാത്തത്തിന, നമ്മൾക്ക് നഷ്ടപ്പെടുമായിരുന്നു. റക്അത്തുൻ, ഒരു റക്അത്ത് നമ്മൾക്ക് എന്താകുമായിരുന്നു? നഷ്ടപ്പെടുമായിരുന്നു. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ പിന്തിയതുമില്ല, അതുകൊണ്ട് റക്അത്ത് നഷ്ടപ്പെട്ടതുമില്ല. ഇനി പറയാൻ പോകുന്നത് ഖബിലു ബഅദു. എന്താ അർത്ഥം? മുമ്പും പിമ്പും. മുമ്പും ശേഷവും. ഖബിലു മുമ്പ്, അതേപോലെ തന്നെ ബഅദു ശേഷം. ഇതിന്റെ ശേഷം നിർബന്ധമായിട്ട് ഏതുണ്ടാകും? മുളാഫിലേ ഉണ്ടാവും. ഏതിന്റെ ശേഷം? ഖബിലു ബഅദു ഒറ്റക്ക് വരൂല. ഖബിലു ബഅദു, അസ്ബു, ജിഹാത്തു, അമാമി, യമീന്, ഷിമാല്, വറാ, അമാമ്, വറ, ഖുദ്ദാമ്, ഇതൊക്കെ അതിന് ശേഷം മുളാഫിലേ ഉണ്ടാവും. മുളാഫാണ്. ജാറ്, ഖബിലു, ലർഫ്, മുളാഫ്, മജ്റൂർ. അവിടെ പറയട്ടെ. പക്ഷെ ഈ ഖബിലു ബഅദു എന്നതിന് ശേഷം അർത്ഥം ഉദ്ദേശിക്കും, മുളാഫിലൈന്റെ അർത്ഥം ഉദ്ദേശിക്കും. പക്ഷേ ലഫ്ളിൽ ഉണ്ടാവൂല. ഏത്? എന്താണ് അർത്ഥം? മുളാഫിലയുടെ അർത്ഥം ഉദ്ദേശമുണ്ട്, പക്ഷേ ലഫ്ളിൽ ആരുണ്ടാവൂല? ആരാണ് ആ മൈക്കോപ്പാക്കി കാണി ചവിട് വിട്ടുണ്ട്? എന്താ പറയണത്?
മുലാഫി ഇലൈഹിന്റെ അർത്ഥം ഉദ്ദേശം ഉണ്ടാവും, പക്ഷേ മുലാഫിലൈ ഏതിലുണ്ടാവൂല? പദത്തിലുണ്ടാവൂല. മുലാഫിലൈ ഏതിലുണ്ടാവൂല? പദത്തിലുണ്ടാവും. പക്ഷെ ആ മുലാഫിലൈന്റെ ഉദ്ദേശം അവിടെ മനസ്സിലുണ്ടാവും. പദത്തിലേ ഇല്ലായുള്ളൂ, പക്ഷെ അർത്ഥത്തിൽ ആരുണ്ട്? അർത്ഥത്തിൽ മുലാഫിലയുണ്ട്. ഇങ്ങനെ വരുമ്പോ ഖബിലു ബഅദു എന്നുള്ളതിനെ ലമ്മിന്റെ മേലിൽ മബിനിയാക്കുന്ന പറയണേ. ഉദാഹരണം പറഞ്ഞ മിൻ ഖബിലിഹി വമിൻ ബഅദിഹി, ഏതാ മുലാഫിലൈഹി? മിൻ ബഅദിഹി മിൻ ഖബിലിഹി, ഏതാ മുലാഫിലൈഹി? എന്നുള്ള ലമീറാണ് മുലാഫിലൈ. ആ മുലാഫിലൈനെ പദത്തിന്ന് കളയും, പക്ഷേ ആ ഹീ എന്നുള്ള അർത്ഥം എവിടെ ഉദ്ദേശം ഉണ്ടാകും? മനസ്സില് ഏതുണ്ടാകും? ഉദ്ദേശം ഉണ്ടാവും. ലഫ്ളിനെ കളയുന്നുള്ളൂ, മനസ്സിന്ന് എന്താക്കണില്ല? അതിന്റെ മയന എന്താക്കണില്ല? കളയണില്ല. ഏതിനെ കളയണ്ട്? പദത്തിന്ന് കളയും. ലഫ്ളിനെ മുലാഫിലൈനെ പദത്തിന്ന് കളയും. ഏതെന്ന് കളിയില്ല? അർത്ഥത്തില് കളിയില്ല. എന്ന് പറഞ്ഞാൽ അർത്ഥം അവിടെ എന്തുണ്ട്? ഉദ്ദേശം ഉണ്ട്. അങ്ങനെ വരുമ്പോ ഖബിലു എന്നതിനെയും ബഅദു എന്നതിനെയും ലമ്മിന്റെ മേലിൽ മബിനിയാക്കും. പറഞ്ഞ മനസ്സിലായോ? ഖബിലു ബഅദു, ഇത് രണ്ടിന്റെ ശേഷം ഏത് വേണം? മുലാഫിലൈ. എന്നാൽ ആ മുലാഫിലൈനെ ഏതെന്ന് കളയും? പദത്തിന്ന് കളയും. പക്ഷെ അതിന്റെ അർത്ഥം എന്തുണ്ടാവും? ഉദ്ദേശം ഉണ്ടാവും. അങ്ങനെ വരുമ്പോ ഖബിലു എന്നതിനെയും ബഅദു എന്നതിനെയും ഏതിന്റെ മേൽ മബിനിയാക്കും? ലമ്മിന്റെ മേലില് മബിനിയാക്കും. അതാ പറയണേ മിൻ ഖബിലു. മിൻ ഖബിലു എന്ന പദം അവിടെ യുബിന ഖബിലു വബഅദു, ഖബിലു എന്നതിനെയും ബഅദു എന്നതിനെയും മബിനിയാക്കപ്പെടും. യുബിന എന്താ അർത്ഥം? മബിനിയാക്കപ്പെടുക. ബന മബിനിയാക്കി, യബിനി മബിനിയാക്കും. അതിന്റെ മജൂഹൂലാണേത്? യുബിന, മബിനിയാക്കപ്പെടും. ഖബിലു ഏതിനെ? ഖബിലുവിനെ. വബഅദു ഏതിനെയും? ബഅദുനെയും എന്താക്കപ്പെടും? മബിനിയാക്കപ്പെടും. അലല്ലമ്മി, എന്തിന്റെ മേലാ മബിനിയാക്കപ്പെടുക? ലമ്മിന്റെ മേലും മബിനിയാക്കപ്പെടും. എപ്പോൾ? ഇദാ ഖുതിഅ, അത് രണ്ടിനെയും മുറിക്കപ്പെട്ടാൽ. അനിൽ ഇളാഫത്തി, എന്തിനെ തൊട്ട് മുറിക്കപ്പെട്ടു? ഇളാഫത്തിനെ തൊട്ട് മുറിക്കപ്പെട്ടു. ലഫ്ളൻ, ലഫ്ളിൽ മുറിക്കപ്പെട്ടു. ലാ മഅനൻ, എന്തിലല്ല? അർത്ഥത്തിലില്ല. എന്ന് പറഞ്ഞാൽ എന്താ? അർത്ഥം ഉദ്ദേശമുണ്ട്, പദത്തിന്ന് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? മുലാഫിലൈൻ എന്ത് ചെയ്തിട്ടുള്ളൂ? ആ ലഫ്ളിന്ന് കളഞ്ഞിക്കണ്, അർത്ഥം അവിടെ എന്തുണ്ട്? ഉദ്ദേശം ഉണ്ട്. അങ്ങനെ വരുമ്പോ അത് രണ്ടിനെയും ലമ്മിന്റെ മേലിൽ എന്താക്കും? മബിനിയാക്കപ്പെടും. അതാ യുബിന ഖബിലു, ഖബിലു എന്നതിനെ മബിനിയാക്കപ്പെടും. വബഅദു ഏതിനെയും? ബഅദു എന്നതിനെയും മബിനിയാക്കപ്പെടും. എപ്പോ? അലല്ലമ്മി, ഏതിനെ മബിനിയാക്കപ്പെടും? ഏതിനെ മബിനിയാക്കപ്പെടും? ലമ്മിന്റെ മേലിൽ മബിനിയാക്കപ്പെടും. എപ്പോൾ? എപ്പോഴാ മബിനിയാക്കപ്പെടുക? ഇദാ ഖുതിഅ, അത് രണ്ടിനെയും മുറിക്കപ്പെട്ടാൽ. ഖതഅ മുറിച്ചു, ഖുതിഅ എന്താർത്ഥം? മുറിക്കപ്പെട്ടു. അനിൽ ഇളാഫത്തി, എന്തിനെ തൊട്ട് മുറിക്കപ്പെട്ടു?
മുലാഫത്തിന്റെ പേരിൽ. ഇലാഫത്തിനെ തൊട്ട് മുറിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇലാഫത്തില്ല. ഏതിലാ മുറിച്ചിക്കണത്? ലഫ്ളൻ, പദത്തിലാ മുറിക്കപ്പെട്ടിക്കണേ എന്ന് പറഞ്ഞാൽ പദത്തിൽ ഏതില്ല? പദത്തിൽ ഏതില്ല? മുലാഫിലയില്ല. എന്നാൽ ലാമൈനൻ അർത്ഥത്തിൽ മുറിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ മുലാഫിലയിനെ പദത്തിന്നേ കളഞ്ഞിട്ടുള്ളൂ. അർത്ഥം അവിടെ എന്തുണ്ട്? ഉദ്ദേശം ഉണ്ട്. അങ്ങനെ വരുമ്പോ ഖബിലു എന്നതിനെയും ബഅദു എന്നതിനെയും ലമ്മിന്റെ മേലിൽ എന്താക്കപ്പെടും? മബനിയാക്കപ്പെടും. നോയിക്കോളി. ലില്ലാഹിൽ അംറു മിൻ ഖബിലു വമിൻ ബഅദു. ലില്ലാഹി അല്ലാഹുവിനാണ്, അൽ അംറു കാര്യം, മിൻ ഖബിലു അതിന്റെ മുമ്പ്, വമിൻ ബഅദു അതിന് ശേഷവും. ഏതാ? രണ്ടോടത്തും മുലാഫിലൈന്റെ അർത്ഥമുണ്ട്. മിൻ ഖബിലു പറഞ്ഞാൽ എന്താ അർത്ഥം? മിൻ ഖബിലിഹി അതിന്റെ മുമ്പ്. എന്നിട്ട് ഇതിനെ കളഞ്ഞൊക്കെയാണ് ലമ്മിന്റെ മേൽ മബനിയാക്കി. ആ കളയപ്പെട്ട ലമീറിന്റെ അർത്ഥം ഇവിടെ എന്തുണ്ട്? ഉദ്ദേശം അർത്ഥത്തിലുണ്ട്. മിൻ ഖബിലു അതിന്റെ മുമ്പ് എന്നാ. അതേപോലെ വമിൻ ബഅദിഹി നെനി. എന്നിട്ട് ആ ഹീ എന്നുള്ള മുലാഫിലൈനെ കളഞ്ഞിട്ട് ബഅദു എന്നതിനെ ലമ്മിന്റെ മേലിൽ മബനിയാക്കി. രണ്ടോടത്തും മുലാഫിലൈഹി എന്തുണ്ട്? ഉദ്ദേശം ഉണ്ട്. ആ ഖുർആനിൽ വേറെ ഒരുപാട് സ്ഥലത്ത് വരും. അപ്പൊ മിൻ ഖബിലു മിൻ ബഅദു അത് ലമ്മിന്റെ മേൽ മബനിയായി വരുമ്പോ നമ്മളെ മനസ്സിലേക്ക് ഓടണം എന്ത്? അവിടെ ഏതുണ്ടായിരുന്നു? മുലാഫിലൈ ഉണ്ടായിരുന്നു. മുലാഫിലൈനെ പദത്തിനെ കളഞ്ഞിട്ടുള്ളൂ, അർത്ഥത്തിൽ നിന്ന് എന്ത് ചെയ്തിട്ടില്ല? കളഞ്ഞിട്ടില്ല. അതന്നെ. പിന്നെ തമാരീനു ആമ്മ, മൊത്തത്തിലുള്ള ചില തംബ്രീനുകൾ. തമാരീനു എന്നല്ല വായിക്ക. പിന്നെ തമാരീനു ഉയർമുൻസരിഫാണ്. ആമ്മ മൊത്തത്തിലുള്ള ചില തംബ്രീന്. ഹാത്തി എന്താ അർത്ഥം? നീ കൊണ്ടുവാ. എന്താ ഹാത്തിന്റെ പ്രത്യേകത? അംറില് മാത്രമേ ഉപയോഗിക്കൂ. അംറേ ഉപയോഗിക്കുള്ളൂ. മാദിയില്ല, മുലാരി. ആറ് അംറുണ്ട്. ഹാത്തി, ഹാത്തിയ, ഹാത്തു, ഹാത്തി, ഹാത്തിയ, ഹാത്തീന. അതാ നീ കൊണ്ടുവരണം. മുലാരിയൽ അഫ്ആലിൽ ആതിയത്തി താഴെ വരുന്ന ഫിഅലുകളുടെ മുലാരിനെ നീ കൊണ്ടുവരണം. താഴെ വരുന്ന ഫിഅലുകളുടെ മുലാരിയെ കൊണ്ടുവരണം. എങ്ങനെ ഞാൻ വായിച്ചത്? ഒന്ന് വായിച്ചാട്ടെ. ഹാത്തി മുലാരിയൽ അഫ്ആലിൽ ആതിയത്തി. ഇസ്തഖ്ബല ഏതാ മുലാരി? يستقبل تستقبل تستقبل استقبل نستقبل. നാല് മുതാരി വരാ. യസ്തഖ്ബിലു തസ്തഖ്ബിലു അസ്തഖ്ബിലു. പിന്നെ നസ്തഖ്ബിലു. ഇന്തളറ ഏതൊക്കെ മുതാരികള്? എന്തളിറു. പിന്നെ തന്തളിറു. പിന്നെ തന്തളിറ. തന്തളിറ എന്ത്? തന്തളിറ സോറി. മുദാറാത്തിന്റെ അക്ഷരം 4 എണ്ണാണെന്ന് കിയാമന്നാൾ 1-ാം തീയതി വന്നപ്പോ പറഞ്ഞിക്കണിയാ. യാ, താ, ഹംസ, നൂൻ. തന്തളിറു, തന്തളിറു, തന്തളിറു. സാഫറ. പിന്നെ യുസാഫിറു. തുസാഫിറു.
ഉസാഫിറു പിന്നെ نسافر നുസാഫിറു. സാഫറ യാത്ര പോയി. സാഅദ സഹായിച്ചു. സാഅദ يساعد യുസാഇദു تساعد تساعد തുസാഇദു تساعد തുസാഇദു തുസാഇദു. തുസാഇദു. റഹബ സ്വീകരിച്ചു. തർഹീബ്. റഹബ يبو യുറഹിബു ترحب തുറഹിബു ترحب തുറഹിബു رحب നുറഹിബു. മകസ താമസിച്ചു. യംകുസു تامس യംകുസു تمكث أمكث نمكث നംകുസു. ലബിസ ധരിച്ചു. ലബിസ يلبس يلبس. تلبس ലബിസ യൽബസു يلبس തൽബസു تلبس ألبس ألبس. نلبس നൽബസു. കസബ സമ്പാദിച്ചു. يكسب യക്സിബു تكسب തക്സിബു أكسب نكسب അക്സിബു നക്സിബു. ഫാത്ത നഷ്ടപ്പെട്ടു. يفات يفيت ഫാത്ത യഫൂത്തു يفوت تفوت أفوت نفوت നഫൂത്തു. ലറ യലുറു تضر أضر نضر യലുറു തലുറു അലുറു നലുറു പ്രയാസപ്പെടുത്തുക. ഫാത്ത നഷ്ടപ്പെട്ടു. ഇനി ലബിസ എന്ന് പറഞ്ഞാല് വസ്ത്രം ധരിക്കുന്നില്ല ലബിസാണ് താമസിക്കുക ധരിക്കല്ല. അത് ലബിസാണ്. ഇത് ലബിസ താമസിച്ചു. ഹാത്തി മുഫ്റദൻ എന്താ അർത്ഥം? സിംഗുലർ ഏകവചനത്തെ കൊണ്ടുപോവാ ഏകവചനം കൊണ്ടുവരാം. ഇവിടെ കൊടുക്കണത് ഏതൈക്കാരം? ബഹുവചന ഇക്കാരം. അതിന്റെ ഏകവചനം കൊണ്ടുവരാന്. സുവാറ് സാറ എങ്ങനെ മുഫ്രദ് എടുക്കുക? സന്ദർശകർ. അപ്പൊ ഒരു സന്ദർശകൻ എങ്ങനെ പറയാ? സാറ സന്ദർശിച്ചു. അതിന്റെ ഇസ്മുഫായിലാണ് ഏത്? ഇസ്മുഫായിൽ എങ്ങനെ വരിക? ലറബ ലാരിബ് സാറ സായിർ. ആ സായിർ എന്ന് പറഞ്ഞാൽ സന്ദർശകൻ. ആ സായിർ എന്നുള്ളതിന്റെ ബഹുവചനമാണേത്? സുവാറുൻ സന്ദർശകർ. ഷിദാദുൻ ഷദീദ്. ഷദീദിന്റെ ജമ്മാണേത്? ഷിദാദ്. ഹാത്തി ജം ജംഅൻ ജമ്മിനെ കൊണ്ടുവരണം. ജരീഹ് മുറിയായവൻ. ജുർഹ എന്താർത്ഥം? മുറിയായവർ. ജരീഹ് ജുർഹ. അതേപോലെ നഫ്സ് എന്താ ജമ്മു വരിക? നഫ്സിന്റെ ജമ്മ എങ്ങനെ? നഫ്സിന്റെ ജമ്മ എങ്ങനെ? നഫൂസ്. നഫൂസ് എന്നും പറയാം, അംഫൂസ് രണ്ടും ഉണ്ട്. നുഫൂസ് പിന്നെ അംഫൂസ്. ആത്തി ലിദ്ദൻ വിപരീത പദം പറയണം. ലറ ലറന്റെ വിപരീത ഏതാ? ലറ നഫഅ. പിന്നെ أدخل كل كلمة അത് ഉദുഖുലല്ല أدخل യുദ്ഖിലു. അതിന്റെ കൽപ്പനക്രിയയാണേത്? أدخل എങ്ങനെ? നിങ്ങൾക്ക് ഞാൻ തലക്കുന്നത് പഠിപ്പിച്ചേണ്ടി വരും. അദ്ഖല യുദ്ഖിലു. അദ്ഖല യുദ്ഖിലു എങ്ങനെ കൽപ്പനക്രിയ? അക്റമ യുകിരിമു. أدخل 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 أدخل
അദ്ഖിൽ നീ പ്രവേശിപ്പിക്കണം, കുല്ല കലിമത്തിൻ മിമ്മാ യഅതി താഴെ വരുന്ന പദങ്ങളിൽ നിന്ന് എല്ലാറ്റിനെയും നീ പ്രവേശിപ്പിക്കണം. ഫി ജുംലത്തിൻ മുഫീദ പൂർണ്ണമായ ഒരു സെന്റൻസിൽ കൊണ്ടുവരണം. ഖാലിൻ, ഖാലി എന്ന് പറഞ്ഞാൽ ഒഴിവായത്, അതിനൊരു വാക്യത്തിന് പ്രയോഗിക്കണം. ജരീഹുൻ മുറിവേറ്റവൻ, ഒരു സെന്റൻസ് ഉണ്ടാക്കണം. ഇസ്തഖ്ബല സ്വീകരിച്ചു, ഒരാളെ സ്വീകരിച്ചു. വർറ പ്രയാസപ്പെടുത്തി, ആരെ പ്രയാസപ്പെടുത്തി? ബാപ്പ മകനെ, മകൻ ആരെ? ബാപ്പാനെ. സാഅദ സഹായിച്ചു, അപ്പോ ഇന്ന ആളെ സഹായിച്ചു. ഒരു സെന്റൻസ് ഉണ്ടാക്കണം, സ്വയം ഉണ്ടാക്കണം, അത് ഉണ്ടാക്കിയിട്ട് പറഞ്ഞു തരണം. ഫാത്ത നഷ്ടപ്പെട്ടു, എന്താ നഷ്ടപ്പെട്ടത്? റഹബ സ്വീകരിച്ചു. ഇതിൻ്റെയൊക്കെ ഒരു പൂർണ്ണമായ സെന്റൻസ് നിങ്ങൾ സ്വയം ഉണ്ടാക്കുക. ഒഴിവാകുക എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളെന്ന് പറഞ്ഞാൽ എന്തിൽ നിന്ന് ഒഴിവാണ്? നിങ്ങൾ സ്വയം പറയും. നിങ്ങളെ കൊള്ള ചേർത്തിട്ട് ഞാൻ ഇന്ന കാര്യത്തിൽ നിന്ന് ഒഴിവാണ്. എന്താ നിങ്ങൾ പറയുന്ന ഒരു സെന്റൻസ് കൊണ്ടുവരും. ഞാൻ എന്തിൽ നിന്ന് ഒഴിവാണ്? എന്തൊന്നും ഒഴിവില്ല നിങ്ങളൊന്നും. അല്ലെങ്കിൽ അങ്ങനെ പറയാം. അതേമാതിരി ഒക്കെ ഓരോ സെന്റൻസ് ഉണ്ടാക്കുക ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ആരും 2-3 ആളെ എനിക്ക് പൈസ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. കഴിഞ്ഞ മാസത്തെ പൈസ തന്നെ തരാനുള്ളവരുണ്ട് ഇതില്. എന്താണ് നിങ്ങളോടൊക്കെ ഇനിയിപ്പോ എത്ര വട്ടാ പറയാ ഞാന്? നിങ്ങളൊക്കെ വലിയ വലിയ മനുഷ്യന്മാരല്ലേ. ആകെ 5-6 ആളാ ഉള്ളത്. അതിൽ പകുതി ആള് തരും, പകുതി ആള് തരൂല. എങ്ങനെ ഇത് മുതലാകേണ്ടത്? നെറ്റിന്റെ പൈസ കൊടുക്കണ്ടേ? വേറൊന്നും കിട്ടണില്ലെങ്കിലും.